മഴക്കാലം മാറി മാനം തെളിഞ്ഞതോടെ പുഞ്ചമണില്ലത്തിന്റെ അതിവിശാലമായ പാടശേഖരങ്ങളിലേക്ക് ഗ്രാമവാസികളുടെ കണ്ണുകൾ നീണ്ടു. അതിരുകൾ കാണാൻ കഴിയാത്തത്ര വിശാലമായ 100 കണക്കിന് ഏക്കർ വരുന്ന ആ വലിയ ഭൂമി കൃഷിയിറക്കാനുള്ള സമയമായിരിക്കുന്നു. സാധാരണഗതിയിൽ 100 കണക്കിന് പണിക്കാർ ആഴ്ചകളോളം രാവും പകലും വിയർപ്പൊഴുക്കിയാൽ മാത്രമേ ആ വലിയ പാടം ഉഴുതുമറിക്കാനും വിതയ്ക്കാനായി പാകപ്പെടുത്താനും കഴിയുമായിരുന്നുള്ളൂ. ചേരിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരുടെ പാട്ടുകളും കാളകളുടെ അമറൽ ശബ്ദവും ആ പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണത്. എന്നാൽ ഇത്തവണ പാടത്തേക്കിറങ്ങാൻ ഒരു പണിക്കാരനെയും പോറ്റി അനുവദിച്ചില്ല. മനുഷ്യന്റെ കരസ്പർശമില്ലാതെ ഈ കൂറ്റൻ പാടശേഖരം എങ്ങനെ കൃഷിയോഗ്യമാകുമെന്നോർത്ത് ഗ്രാമം മുഴുവൻ അത്ഭുതത്തോടെ കാത്തിരുന്നു. ഇല്ലത്തെ പത്തായപ്പുരയിൽ കുടിയിരുത്തിയിട്ടുള്ള ആ അദൃശ്യശക്തികളുടെ യഥാർത്ഥ കരുത്തെന്താണെന്ന് നേരിൽ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു നാട് മുഴുവൻ. അന്നൊരു അമാവാസ്യ രാത്രിയായിരുന്നു. നിലാവെളിച്ചം പോലുമില്ലാത്ത കനത്ത ഇരുട്ട് ഭൂമിയെ വീണ്ടും പൊതിഞ്ഞു നിന്നു. ഗ്രാമവാസികളാരും അന്ന് ഉറങ്ങിയില്ല. ദൂരെ മാറി പാടവരമ്പുകൾക്കരികിലായി അവർ ശ്വാസമടക്കി നോക്കി നിന്നു. അർദ്ധരാത്രിയായപ്പോൾ പുഞ്ചമണില്ലത്തിന്റെ പടിപ്പുര കടന്ന് കുഞ്ചമൺ പോറ്റി ഒറ്റയ്ക്ക് ആ പാടശേഖരത്തിന്റെ അതിരിലേക്ക് നടന്നെത്തി. കറുത്ത ഇരുട്ടിൽ കാറ്റിന്റെ നേരിയ മൂടൽ മാത്രം കേൾക്കാവുന്ന ആ വലിയ പാടത്തിനു മുന്നിൽ ഒരൊറ്റ മനുഷ്യനായി പോറ്റി ശാന്തനായി നിന്നു. അദ്ദേഹം പതുക്കെ കണ്ണുകളടച്ചു. പത്തായപ്പുരയുടെ അടഞ്ഞ വാതിലുകൾക്കുള്ളിലെ തന്റെ അദൃശ്യഭൃത്യന്മാർക്ക് അദ്ദേഹം തന്റെ ആദ്യത്തെ വലിയ കൽപ്പന നിശബ്ദമായി നൽകി. നിമിഷങ്ങൾക്കകം ആ കൂരിരുട്ടിൽ പാടശേഖരങ്ങളിൽ നിന്നും ആ വലിയ ശബ്ദങ്ങൾ കേട്ടുതുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ചെളിയിൽ ചവിട്ടി നടക്കുന്നതിന്റെ ശബ്ദം, കാളകൾ അമറുന്ന ശബ്ദം, വലിയ വള്ളിച്ചൂരലുകൾ വായുവിൽ അതിവേഗം ചീറ്റുന്ന ശബ്ദം. ഗ്രാമവാസികളുടെ നെഞ്ചിടിപ്പ് നിന്നുപോയി.